എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ ചോദ്യം വരുന്നത്? ഒരു ദിവസം കൊണ്ട് വരുന്ന ചോദ്യമാണോ അത്? അല്ല. അത് വർഷങ്ങളായിട്ട് നമ്മുടെ ഉള്ളിൽ കെട്ടിപ്പെടഞ്ഞു നിൽക്കുന്ന ഇൻവിസിബിൾ ആയിട്ടുള്ള ജയിലറയാണ്. നമ്മൾ ഓരോ സമയത്തും പിടിച്ചു വെച്ചിരിക്കുന്ന കുറേ അബദ്ധധാരണകളിലൂടെ ആ വിഷയം ഈ വിഷയം ഒന്ന് വിഷയങ്ങൾ എന്ന് പറഞ്ഞ് ഓരോ വിഷയങ്ങളിൽ പിടിച്ചു നിൽക്കും. ഞങ്ങളുടെ ക്ലാസ്സിൽ ആദ്യം ലിജി രാജു വരുന്ന സമയത്ത് മുഴുവൻ പ്രശ്നങ്ങളാണ്. നടുവേദന, കാലുവേദന, കൈവേദന, ശരീരവേദന, മിഷൻ ചവിട്ടാൻ പറ്റുന്നില്ല. ചെന്തപ്പോ എന്തോരാ വിഷയങ്ങളെന്നറിയോ. ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം ലിജിയോട് ഞാൻ സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ലിജി സംസാരിക്കുന്ന വോയിസിന്റെ ക്ലാരിറ്റിയും അതിൻ്റെ കോൺഫിഡൻസും അതിൻ്റെ വ്യക്തതയും കണ്ട് ഞാൻ റിയലി അപ്രീഷിയേറ്റ് ചെയ്തു. കഴിഞ്ഞ ഒരു 6 മാസത്തെ 7 മാസത്തെ യാത്രയിൽ ഇപ്പോൾ ഡിസ്കിന്റെ വിഷയമില്ല, പണിയെടുക്കുന്നതിന് വിഷയമില്ല, യോഗ ചെയ്യുന്നതിന് വിഷയമില്ല, നല്ലൊരു യോഗ പ്രാക്ടീസിനായി മാറിയിരിക്കുന്നു. എങ്ങനെ? കാലങ്ങളായി അകത്ത് ഉണ്ടായ സാധനങ്ങളെ ഓരോ ദിവസങ്ങളാക്കി അഫ്രിമേഷനും പ്രാക്ടീസും ചെയ്ത് 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 ആദ്യം യോഗ ക്ലാസ്സിൽ വരുമ്പോൾ പറഞ്ഞത് എനിക്ക് ജമ്പ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഓരോ സ്റ്റെപ്പുകളിൽ അത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ അത്രയും നന്നായിട്ട് എല്ലാ ആസനങ്ങളും ചെയ്തത്. സംസാരിക്കുന്ന കേട്ട് ഞാൻ ആദ്യം സംസാരിക്കുമ്പോൾ എന്താ പറയുക, നമ്മൾ ഈ സ്റ്റേഷൻ പിടിക്കാത്ത അവസ്ഥയില്ലേ, ആലപ്പുഴ സ്റ്റേഷൻ ട്യൂൺ ചെയ്താൽ തൃശ്ശൂർ കിട്ടുമ്പോൾ ഒരു ചിറ്റലും പിട്ടലൊക്കെ ഉണ്ടായി. അതൊക്കെയുള്ള സംസാരങ്ങളിൽ നിന്ന് വ്യക്തമായി വളരെ ക്ലാരിറ്റി, പുസ്തക വായനയുടെ ഗുണമാണത്. പുസ്തക വായന എല്ലാ ദിവസവും ചെയ്യുന്നതിന് ഗുണമാണ് വളരെ ക്ലാരിറ്റിയുള്ള വോയിസ്. ഇതാണ് പറഞ്ഞത്. പണ്ട് ലിജി ആ ഇൻവിസിബിൾ ജയിലിനകത്ത്, കാണാത്തൊരു ജയിലിനകത്ത് കിടന്നിട്ട് ഇത് മൊത്തം പറയുകയും അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഇതെല്ലാം മാറ്റപ്പെടുകയും ചെയ്തു.